2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യക്കാരെ മുഴുവൻ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു നിർമ്മല സീതാരാമൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നത്. നിർമ്മല സീതാരാമൻ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: എന്താണ് തെരഞ്ഞെടുപ്പിലെ വിന്നബിലിറ്റി ക്രൈറ്റീരിയ? നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ വിന്നബിലിറ്റി ക്രൈറ്റീരിയ പണമാണ് എന്ന് നിർമ്മല വ്യക്തമാക്കി. ഈ പണം പരിധിയില്ലാത്തതാണ് എന്നുള്ളത് കൊണ്ട്, അത്തരത്തിലുള്ള പണം തൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ടൈംസ് നൗ ഏർപ്പെടുത്തിയ 2024 ടൈംസ് നൗ സമ്മിറ്റിലാണ് അവരിത് പ്രഖ്യാപിച്ചത്. അവരെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന നവിക കുമാർ അടക്കം, അതേപോലെ തന്നെ കേൾവിക്കാരെ ആയിട്ട് എത്തിയിരുന്ന പ്രശസ്തരായിട്ടുള്ള വ്യക്തികളടക്കം എല്ലാ ആളുകളും വളരെ വിസ്മയത്തോടുകൂടിയും അത്ഭുതത്തോടു കൂടിയുമാണ് ആ വാർത്ത കേട്ടത്. കാരണം ഇന്ത്യയുടെ വളരെ ശക്തയായിട്ടുള്ള ധനകാര്യമന്ത്രി, ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള 100 വനിതകളിൽ ഒരാളാണ് നിർമ്മല സീതാരാമൻ എന്ന് ഫോബ്സ് മാഗസിൻ പറയുകയും അവരുടെ റാങ്ക് ഏതാണ്ട് 32 നിശ്ചയിക്കുകയും ചെയ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നാം നിർമ്മല സീതാരാമനിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കേൾക്കുന്നത് എന്നുള്ളതാണ്. അവർ പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, കാരണം എൻ്റെ കയ്യിൽ പണമില്ല. നവിക കുമാർ ഉടനെ ചോദിച്ചു, ഇന്ത്യയുടെ പണപ്പെട്ടി സൂക്ഷിപ്പുകാരിയായ അങ്ങയെടുത്ത് പണമില്ലെങ്കിൽ മറ്റാർക്കാണ് ആ പണം കണ്ടെത്താനായിട്ട് കഴിയുക? അപ്പോഴാണ് ഈ വിന്നബിലിറ്റി ക്രൈറ്റീരിയയെക്കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള തൻ്റെ വിമർശനം അവർ ഇന്ത്യയുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ചിലവ് ഏറ്റവും കൂടിയ 95 ലക്ഷം രൂപയാണ്. ഏറ്റവും വലിയ ഒരു ലോക്സഭാ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാവുന്നതായിട്ടുള്ള തുക 95 ലക്ഷമായിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏതാണ്ട് 20 കോടിയോളം രൂപയാണ് ഒരു നിയമമണ്ഡലത്തിൽ ചെലവഴിക്കപ്പെടുന്നത്. കേരളത്തിലെ പോലെയല്ല മറ്റ് സംസ്ഥാനങ്ങൾ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ തുക എന്ന് പറയുന്നത് 100 കോടിയുടെ അടുത്ത് വരും എന്നാണ് പറയുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകപ്പെടുന്നതായിട്ടുള്ള ഫ്രീ ബീസ് അത് പലതുമാകാം. ഒന്നില്ലെങ്കിൽ അവരുടെ അനുയായികളായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടി വരുന്നതായിട്ടുള്ള, ചിലവിന് കൊടുക്കേണ്ടി വരുന്നതായിട്ടുള്ള പണം, ചിലയിടങ്ങളിൽ വലിയ ഗുണ്ടാസംഘങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പ് സജ്ജീകരണങ്ങൾ നടത്താനായിട്ട് പരിശ്രമിക്കുക. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടതായിട്ട് വരും. പലർക്കും പണം കൊടുത്ത് വോട്ട് തന്നെ വാങ്ങേണ്ടതായിട്ട് വരും. ആ ക്യാഷ് കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നതൊക്കെ പഴയ ഒരു സമ്പ്രദായമാണ് എന്ന് കരുതപ്പെടുന്ന ആളുകളുണ്ടാകാം. പക്ഷെ അങ്ങനെയല്ല. ഉത്തരേന്ത്യയിലും അതേപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും നാട്ടുപ്രമാണിമാർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും വോട്ട് ചെയ്യുന്ന രീതി ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയ തുക കൊടുത്തു വരുമ്പോഴാണ് ഇത് 100 കോടിക്ക് മുകളിൽ പോകുന്നത്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ പ്രവർത്തകർക്ക് പണം നൽകുക എന്നതിന് വേണ്ടിയിട്ട് ചെലവഴിക്കപ്പെടുന്നതായിട്ടുള്ള പണമാണ് ഈ 10 കോടി മുതൽ 20 കോടി രൂപ വരെ ഒരു നിയോജക മണ്ഡലത്തിൽ ചെലവഴിക്കപ്പെടുന്നത്. നിർമ്മല സീതാരാമൻ പറഞ്ഞ അത്തരത്തിലുള്ള പണം എൻ്റെ കയ്യിലില്ല എന്നാണ് പറഞ്ഞത്. അവരുടെ ആസ്തി എത്രയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നൽകിയിരിക്കുന്ന രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് 2.5 കോടി രൂപ മാത്രമാണുള്ളത്. അത്രമാത്രം പണം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് ഒരു ഞെട്ടലുണ്ടാകുന്ന വാർത്തയായിട്ട് മാറുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഒരിക്കലും ഇങ്ങനെ പണം കൊണ്ടും അതേപോലെ തന്നെ ജാതി മത ശക്തികളുടെ സ്വാധീനം കൊണ്ടും അതോടൊപ്പം തന്നെ വലിയ ഗുണ്ടാസംഘങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് മസിൽ പവർ കൊണ്ടുമാണ് തിരഞ്ഞെടുപ്പ് വിജയിക്കുന്നത് എന്ന് അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പിനെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന 2 ശക്തികളെക്കുറിച്ചാണ് നിർമ്മല അന്ന് സംസാരിച്ചത്. ഒന്ന് പണം, രണ്ടാമത്തത് ജാതിമത സ്വാധീനം. അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇതൊന്നും ഉപയോഗിക്കാനായിട്ടുള്ള തനിക്ക് ആഗ്രഹമില്ല എന്നുള്ളതിൻ്റെ പേരിൽ താൻ മത്സരിക്കുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ പണാധിപത്യം, ജാതിമത ആധിപത്യം, അതേപോലെ തന്നെ മൂന്നാമതായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന മസിൽ പവർ അല്ലെങ്കിൽ ഗുണ്ടാശക്തി എന്ന് പറയും. ഇത് ഉപയോഗിക്കാൻ തയ്യാറില്ലാത്ത ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുക അസാധ്യമാണ് എന്ന വെളിപ്പെടുത്തലാണ്
നിർമ്മല അവിടെ നടത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് വിസ്മയിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ട് മാറിത്തീർന്നത്. BJPയുടെ പ്രസിഡൻറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ നിർമ്മല സീതാരാമന് കൊടുത്ത ഓഫർ ഇതാണ്: 2 സംസ്ഥാനങ്ങളിൽ മത്സരിക്കാം. ഒന്ന് മധുരയിൽ മത്സരിക്കാം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും മത്സരിക്കാം, അല്ലെങ്കിൽ ആന്ധ്രയിൽ മത്സരിക്കാം. മധുരയിൽ മത്സരിക്കാം അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ മത്സരിക്കാം എന്ന് പറയുന്നത്, നിർമ്മല സീതാരാമൻ മധുരയിലാണ് ജനിച്ചത്. ഒരു അയ്യങ്കാർ കുടുംബാംഗമായിട്ടാണ് ജനിച്ചത്. അവർ വിവാഹിതയായതാകട്ടെ ആന്ധ്രയിലാണ്. ആന്ധ്രയിലെ അവർ പോകുന്ന സമയത്ത് ഈ ആന്ധ്രയിലോ അതേപോലെ തമിഴ്നാട്ടിലോ മത്സരിക്കാം എന്ന് പറയുന്ന ഓഫർ നിരസിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ആന്ധ്രയിലായാലും തമിഴ്നാട്ടിലായി കഴിഞ്ഞാലും BJPയുടെ വിന്നബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. വിജയസാധ്യത വളരെ കുറഞ്ഞ 2 സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അടുത്ത് ഒരു 3-ാം ഊഴം മോദി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മോദി മന്ത്രിസഭയിൽ നിർമ്മല സീതാരാമൻ ഉണ്ടാകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിൽ BJPക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും സീറ്റിൽ ഉത്തർപ്രദേശിലോ അതേപോലെ തന്നെ അവർക്ക് സ്വാധീനമുള്ളതായിട്ടുള്ള ഏതെങ്കിലും സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു നിയമമണ്ഡലത്തിലോ മത്സരിപ്പിക്കാവുന്ന, എളുപ്പത്തിൽ ജയിപ്പിക്കാവുന്നതായിരുന്നു. പക്ഷേ അതിന് പകരമായിട്ട് ഒരു വെല്ലുവിളി പോലെ നഡ്ഡ നിർമ്മല സീതാരാമൻ്റെ മുന്നിൽ വെച്ച ഓഫർ ഇതാണ്: ആന്ധ്രയിലോ അതേപോലെ തന്നെ തമിഴ്നാട്ടിലോ നിന്ന് മത്സരിക്കുക. അതിന് നിർമ്മലയുടെ ഉത്തരം ഇതാണ്: എൻ്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നിർമ്മല എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലേക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോരായ്മയിലേക്കോ ആണ് ആ വാർത്ത ചെന്ന് വീഴുന്നത്. എന്നും ഒരുപക്ഷെ നമ്മുടെ തിരഞ്ഞെടുപ്പ് സ്വാധീനിക്കപ്പെടുക പണത്തിൻ്റെ ആധിപത്യത്താലും മതത്തിൻ്റെ ആധിപത്യത്താലും ഗുണ്ട ആധിപത്യത്തിലും ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ മണി പവർ, കാസ്റ്റ് പവർ, മസിൽ പവർ, ഇത് 3ഉം കൂടി മാത്രമേ ഒരുപക്ഷെ നമുക്ക് തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ഈ വാർത്ത യഥാർത്ഥത്തിൽ ഞെട്ടലുണ്ടാക്കിയ ഒന്നായി മാറിയത്. ടൈംസ് നൗവിൻ്റെ ആ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായി തീരുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ അത് ചർച്ച ചെയ്യുകയും അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ അവതാരകയായിട്ടുള്ള നവിക കുമാർ പോലും അതിൽ ഒരു വിസ്മയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഈ വിഷയത്തെ ഓപ്പണായിട്ട് തുറന്ന് ജനങ്ങളോട് സംസാരിക്കാനായിട്ട് തയ്യാറായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് നമ്മുടെ ജനാധിപത്യം. ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അതിനെ ഫേസ് ചെയ്യാൻ, അതിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്നതായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ വിജയസാധ്യത നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. നിലവിലെ കണക്കനുസരിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തി BRSൻ്റെ നേതാവ് ബന്ദി പാർത്ഥസാരഥിയാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന 5300 കോടി രൂപയാണ്. രണ്ടാമത് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാണ്: അല്ല അയോധ്യ രാമറെഡ്ഡി. 2577 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി. ഇതുപോലെ നിരവധി MPമാർ ഇന്ത്യൻ പാർലമെൻറ്റിലെ കണക്കനുസരിച്ച് ബഹുകോടികളുള്ള സമ്പന്നരാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 593 കോടി രൂപയും 581 കോടി രൂപയും ആസ്തിയായിട്ട് കാണിച്ചിട്ടുള്ള ചില MPമാർ ഇതിൻ്റെ പിന്നാലെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അത്ര സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ പാർലമെൻറ്റിൽ എത്തിച്ചേരാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് മാത്രമാകണമെന്നില്ല. കാരണം ഈ സമ്പന്നരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവർ മിക്കവാറും തന്നെ അതെനിക്ക് തോന്നുന്നു പേയ്മെൻറ്റ് സീറ്റുകളെ പോലെയുള്ള ഒന്നാണ് അതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് ഇത്രമാത്രം പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു രാജ്യസഭാംഗമായിട്ട് മാറിത്തീരാനുള്ള സൗകര്യം ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിർമ്മല സീതാരാമൻ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് രംഗം വളരെ ഗൗരവമായിട്ടുള്ള രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കാരണം ഒരു 20 കോടി മുതൽ 100 കോടി രൂപ വരെ ചെലവഴിച്ചാൽ മാത്രമാണ് ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്ക് പാർലമെൻറ്റിൽ എത്തിച്ചേരാനായിട്ടുള്ള സാധ്യതയുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം എത്രമാത്രം ആധിപത്യത്തിന് വിധേയമാണ് എന്നുള്ളതാണ്. അപ്പം മണി പവർ തന്നെയാണ് തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത്തരം കാശ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്നാണ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. BJPക്കാകട്ടെ അവരെ
ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സീറ്റിൽ നിർത്തി വിജയിപ്പിക്കണം എന്ന് പറയുന്നതായിട്ടുള്ള താല്പര്യം കാണുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി വീണ്ടും വരാൻ പോകുന്നതായിട്ടുള്ള മന്ത്രിസഭ എന്ന് പറയുന്നത് BJP-യുടേതാണ് എങ്കിൽ ആ മന്ത്രിസഭയിൽ നിർമ്മലാ സീതാരാമൻ വേണം എന്ന് BJP തീരുമാനിച്ചാൽ ഏതെങ്കിലും തരത്തിൽ രാജ്യസഭയിലേക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്നവരെ തിരഞ്ഞെടുക്കാവുന്നതും മന്ത്രിയാക്കാവുന്നതുമാണ്. പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഫോർബ്സ് മാഗസിൻ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇന്ത്യൻ വനിതകളിൽ ഒരാളെ കണ്ടെത്തിയ നിർമ്മലാ സീതാരാമനെ അവർ കൈകാര്യം ചെയ്യുന്ന പോർട്ട്ഫോളിയോ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അവർ പ്രതിരോധ മന്ത്രിയായിരുന്നു ആദ്യം, രണ്ടാമത് ഒരു ധനകാര്യമന്ത്രിയായി, പ്രതിരോധ മന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെയായിട്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ തിളങ്ങിയ ഒരു വ്യക്തി ഇതിക്ക് മുമ്പുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒരു രണ്ടാം വനിത എന്ന നിലക്ക് നിർമ്മലയുടെ ഈ സാന്നിധ്യത്തെയും നിർമ്മലയുടെ ഈ പൊസിഷനെയും നമ്മൾ അംഗീകരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് BJP ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സീറ്റിൽ നിർമ്മലയെ മത്സരിപ്പിച്ചില്ല എന്ന ചോദ്യം അത് കൂടുതൽ പ്രസക്തമായി തീരും. അതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാധാന്യം നൽകുന്നത് ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഏതാണ്ട് രാഷ്ട്രീയ പരിശോധനകൾ നടത്തുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുന്ന ഏതൊരാളെയും പ്രേരിപ്പിക്കേണ്ട ഒരു ഘടകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് പണത്തിനും അതേപോലെ തന്നെ മതത്തിനും അതേപോലെ ഗുണ്ടായുസത്തിനും ചുറ്റുമായിട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചന കൂടി യഥാർത്ഥത്തിൽ ആ പ്രസ്താവനയിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.